ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു പോട്ടിൽ നിന്ന് വലിയൊരു പോട്ടിലേക്ക് ബൊഗൻവില്ല എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നതിനെ പറ്റിയാണ് കേട്ടോ. അപ്പോഴൊരു മാസം മുമ്പ് ഞാൻ ഇതുപോലെ 4 പോട്ട് ബൊഗൻവില്ലാസ് വാങ്ങിച്ചിരുന്നു. ചെറിയ ചെറിയ പോട്ടിലാണ് എല്ലാം കിട്ടിയത്. അപ്പോഴേ ഈ ചെറിയ പോട്ടിൽ നിന്ന് ഞാനിപ്പോഴൊരു 11 ഇഞ്ചിൻ്റെ പോട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഈ വൈറ്റ് ബൊഗൻവില്ലയാണ് ഇപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 വീക്സ് കൊണ്ട് തന്നെ നമുക്ക് നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും. ഇപ്പോഴിതിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്, അത് വാങ്ങുമ്പോഴൊക്കെ ഉണ്ടായതാണ്. ഇനി ഇത് കൊഴിഞ്ഞു പോയിട്ട് നല്ല പുതിയ പൂക്കളൊക്കെ ആയിട്ട് വരും. അപ്പോഴേ ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 11 ഇഞ്ചിൻ്റെ പോട്ടാണ് കേട്ടോ. ഏകദേശം ഒരു വലിയ പോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 3-4 വർഷമൊക്കെ ഈ പോട്ടിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ചെറിയ ചെറിയ പോട്ടിലൊക്കെ ആണെങ്കിൽ വീണ്ടും വീണ്ടും റീപോർട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകൾ ഇട്ട് കൊടുക്കുക. ഡ്രെയിനേജിന് വേണ്ടിയാണ് കേട്ടോ. ഓട് കഷ്ണം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഈ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിലോ സിമൻറ്റ് പോട്ടിലോ ഒക്കെയാണ് ബൊഗൻവില്ല നടാൻ ഏറ്റവും നല്ലത്. മണ്ണിൻ്റെ പോട്ടിലാകുമ്പോൾ അതൊരു തണുത്ത് ഒരു ഇതായതുകൊണ്ട് അങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാകുന്നത് കുറയും. അതുകൊണ്ട് കഴിയുന്നതും പ്ലാസ്റ്റിക് പോട്ടോ അല്ലെങ്കിൽ സിമൻറ്റ് പോട്ടോ നമ്മൾ എടുക്കുക. അപ്പോൾ മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി ഇവ 3ഉം ചേർത്തിട്ടാണ് ഞാനിപ്പോഴൊരു പോട്ടിലേക്ക് നിറച്ച് കൊടുക്കുന്നത്. കുറച്ചുകൂടെ മണ്ണ് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. അത്യാവശ്യം കല്ലുകളോട് കൂടിയ മണ്ണ് തന്നെയാണ് ബോഗൻവില്ലയ്ക്ക് ആവശ്യം. നല്ല സ്മൂത്ത് മണ്ണിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. കുറച്ച് കല്ലുകളൊക്കെ ഉണ്ടായാൽ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചാണകപ്പൊടി, എല്ലുപൊടി, മണ്ണ് ഇവ 3ഉം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഈ പോട്ടിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതിയോളം നമുക്കിപ്പോൾ ഫില്ല് ചെയ്യാം. ബാക്കി നമുക്കിത് നട്ടതിന് ശേഷം ആഡ് ചെയ്യാം. അപ്പോൾ ഈ പോട്ടിൽ നിന്ന് നമുക്ക് ബോഗൻവില്ല ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാം. ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കുറച്ചൊന്ന് ബാക്കിലോട്ടൊന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോഴേ നമുക്കിതിൽ നിന്ന് എളുപ്പത്തിൽ ഇതിനെ പറിച്ചെടുക്കാൻ കഴിയും. കണ്ടോ, എത്ര എളുപ്പമാണ് കിട്ടിയത്. ചെറുതായൊന്ന് മണ്ണൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക, വേരൊന്നും കട്ട് ചെയ്യാതെ. ഇനി നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം, ഈ പോട്ടിലോട്ട് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള മണ്ണും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്യുകയാണ്. കുറച്ച് മണ്ണ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മണ്ണ് മാത്രം മതിയാവില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ മണ്ണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏകദേശം 2 ആഴ്ച തന്നെ ഇതിലൊക്കെ വളങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മണ്ണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പോട്ടിൻ്റെ പുറത്തൊക്കെ മണ്ണൊക്കെ ഉണ്ടല്ലോ, അത് വെള്ളം കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഒരു 3 ദിവസം നമുക്കിതൊന്ന് ഷെയ്ഡിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് നല്ല ഡീപ്പായിട്ടുള്ള സൺലൈറ്റിലോട്ട് വെച്ച് കൊടുക്കണം. സൺലൈറ്റ് അത്യാവശ്യമാണ്. ബൊഗൻവില്ലയ്ക്ക് നിറയെ പൂക്കളുണ്ടാകാൻ നല്ല സൺലൈറ്റ് തന്നെ വേണം. അപ്പോഴേ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും. ഇത് ഞാൻ റീംസ് ബാസ്ക്കറ്റിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിയ റോസാണ് കേട്ടോ. ഒരു ബ്രാഞ്ചിൽ തന്നെ 7-8 റോസ് ഉണ്ട്. ഒരാഴ്ചയൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യും. നല്ല ഭംഗിയാണ് കേട്ടോ റോസിനും ചാണകപ്പൊടിയും എല്ലുപൊടിയുമാണ് ഏറ്റവും നല്ല വളം. പിന്നെ നമുക്ക് DAP ഒക്കെ മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ. താങ്ക് യു ഫോർ വാച്ചിങ്.